ഇന്ന് ഞാൻ നമ്മളെ വീട്ടിലെ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ അറബിക് സ്പെഷ്യൽ ബിരിയാണി മസാല മെഹ്റാൻ ബിരിയാണി മസാല വെച്ചും അതുപോലെ തന്നെ കോഴിക്കോടൻ ദം ബിരിയാണിയും കൂടി കലർന്നിട്ടുള്ളൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ അതിനേക്കായിട്ട് തക്കാളി, സവാള നമ്മൾ സാധാരണ ബിരിയാണിക്ക് എന്തൊക്കെ ഉപയോഗിക്കും അതെല്ലാം ഇതിലേക്കും ആവശ്യമുണ്ട് കേട്ടോ. അപ്പം തക്കാളി, സവാള ഇത് രണ്ടും 400 ഗ്രാം ആട്ടോ ഉപയോഗിക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 50 ഗ്രാമും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ബിരിയാണി മസാല കേട്ടോ. അപ്പോൾ ഇതൊരു പാക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇവിടെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചാണ്. ഇതാ തക്കാളി സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ. മല്ലിയില, പുതിനയില, കറിവേപ്പില കുറച്ച് കൂടുതൽ വേണേ. അപ്പം നമ്മുടെ തക്കാളി, സവാള അതെല്ലാം കൂടിയിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സവാളയിൽ നിന്ന് കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചാണ്. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതിലോട്ട് ഇട്ട് കൊടുത്തണേ. ഇനി നമുക്ക് മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളെ ചിക്കന് കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ലഗോൺ ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു അറബിക് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് ദം ബിരിയാണിയാണല്ലോ. നിങ്ങൾക്ക് ഏത് ചിക്കൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കട്ടോ. ബ്രോയിലർ ആണെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പച്ചമല്ലിപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മെഹ്റാൻ ബിരിയാണി മസാലയും കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാക്കറ്റ് മുഴുവനായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്, അതും കുറച്ച് മതി കേട്ടോ, കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ സാധാരണ ബിരിയാണിയിലോട്ട് ഉപയോഗിക്കുന്ന അത്രയും തൈര് നമുക്ക് ഈ ഒരു ബിരിയാണിയിലോട്ട് ആവശ്യമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് ഏകദേശം ഒരു 40 മിനിറ്റ് നേരത്തോളം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കണ ആ ഒരു ടൈമിൽ നല്ല സ്മെല്ലാണ്. ഈ ഒരു അറബിക് സ്പൈസസിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് നമ്മുടെ ഈ ഒരു ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. നമുക്കിത് അടച്ച് വെക്കട്ടോ. അപ്പം ഞാൻ സാധാരണ നമ്മളെ കൈമ റൈസ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ചിട്ട് അതേ രീതിയിൽ അറബിക് സ്റ്റൈലിലാകുമ്പം ബസ്മതി റൈസാണ് ഉപയോഗിക്കുക. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഈ ഒരു റൈസായിരിക്കും. അപ്പോൾ അതും കൂടി മാറ്റി സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ പക്കവടയാണ്. അപ്പോൾ പക്കവടക്കുള്ള സവാള വട കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. വെറുതെ നമ്മൾ സവാള മാത്രം അരിഞ്ഞെടുത്തിട്ട് പക്കവട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടി നല്ല ടേസ്റ്റ് ആവും കേട്ടോ പക്കവട. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സവാള അതിലോട്ട് ഫ്രൈ ആക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ അറബിക് സ്റ്റൈൽ ബിരിയാണിയിൽ സവാള ഇതുപോലെ ഫ്രൈ ആക്കിയിടില്ല, ആ ഒരു സ്പൈസസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു കോഴിക്കോടൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സവാളയും പച്ചമുളക് സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കടലപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില ഉപയോഗിക്കുന്നില്ല കേട്ടോ. മല്ലിയില, കറിവേപ്പില, നല്ല എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഇതിങ്ങനെ ഫ്രൈ ആക്കുന്ന ടൈമിൽ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ബിരിയാണി മസാല, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു നല്ല ക്രിസ്പ്നെസ് കിട്ടാനായിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതായാലും മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഒരു നുള്ള് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, സോഡാ പൗഡർ. അപ്പോൾ അതും കൂടി ചേർത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ പക്കവട ഉണ്ടാക്കുന്ന ടൈമിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ നമ്മുടെ ചിക്കനും 40 മിനിറ്റ് കഴിഞ്ഞ് മാറ്റി വെച്ചാണ്. ഫ്രൈ ആക്കി ഓണിയൻ, ക്യാരറ്റ്, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, നമ്മുടെ മസാലകളൊക്കെ ഇവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ കറിവേപ്പില, മല്ലിയില, പുതിനയില അതൊക്കെ ഈ ഒരു ടൈമിലാണ്, അതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്ത് ഇനി അരി വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണേ. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗം വേവായാൽ മതി കേട്ടോ. കൂടുതൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ബിരിയാണിക്ക് ഇപ്പം തന്നെ ദമ്മിടുന്നതിൻ്റെ മുന്നേ തന്നെ കൂടുതൽ റൈസ് എന്ത് ബിരിയാണി ആണെങ്കിലും വേവരുത്, ഒരു 3/4 ഭാഗം വേവായാൽ മതി. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഊറ്റിയിട്ട് കൊടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഒണിയനും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളെ ചോറിട്ട് കൊടുത്ത് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, കുറച്ച് ലെമൺ ജ്യൂസ് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക, നല്ലൊരു ടേസ്റ്റി റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ഓണിയൻ ഫ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു ഓയിലുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചുറ്റിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി എന്ത് ചെയ്യുക, അടപ്പിട്ട് കൊടുത്തിട്ട് ദം ചെയ്യുക. അതിൻ്റെ അടിയിലുള്ള കനലൊക്കെ ഒഴിവാക്കുക, കുറച്ച് കനൽ വെച്ച് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മളെ പക്കവട ഫ്രൈ ആക്കുക കേട്ടോ. പക്കവട ഫ്രൈ ആക്കാൻ എല്ലാവർക്കും അറിയാം.
അപ്പോൾ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലായി നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വരുന്നവരെ അതൊക്കെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നോമ്പൊക്കെ തുറന്നു നമ്മുടെ ഈ ഒരു ബിരിയാണി നമ്മൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ദമ്മ് പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചൂടാറിപ്പോവും. നമ്മളൊരു ബിരിയാണി സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് മാത്രമേ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ മിക്സാക്കി എടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നിനും മറക്കല്ലേ. ഓക്കെ, ബൈ.